الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الحديث كتاب الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أعوذ بالله السميع العليم من الشيطان الرجيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون പ്രിയ സഹോദരങ്ങളെ, നൂറുൽ ഖുർആനിന്റെ ക്ലാസ്സുകൾ ഇവിടെ ഇന്നു മുതൽ വീണ്ടും പുനരാരംഭിക്കുകയാണ്. രണ്ടാഴ്ചകളായി നമുക്ക് പ്രത്യേകമായ കാരണത്താൽ ക്ലാസ്സിൽ സംബന്ധിക്കുവാൻ സാധിച്ചിരുന്നില്ല. ഏതായിരുന്നാലും അവസാനമായി സൂറത്തുൽ ബഖറയിലെ 171 ആയത്തായിരുന്നു പൂർണ്ണമായും വിശദീകരിക്കപ്പെട്ടിരുന്നത്. 172, 173 വചനങ്ങൾ കഴിഞ്ഞ ക്ലാസ്സിൽ നാം പാരായണം ചെയ്യുകയുണ്ടായി. ഒന്നുകൂടി ശ്രദ്ധിക്കുക. أعوذ بالله من الشيطان الرجيم يا أيها الذين آمنوا كلوا من طيبات ما رزقناكم واشكروا لله إن كنتم إياه تعبدون إنما حرم عليكم الميتة والدم ولحم الخنزير وما أهل به لغير الله فمن اضطر غير باغ ولا عاد فلا إثم عليه إن الله غفور رحيم. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശ്വാസികളായ ആളുകളെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഭക്ഷ്യവസ്തുക്കളിൽ നിന്ന് അനുവദിക്കപ്പെട്ടതും അനുവദിക്കപ്പെടാത്തതുമായ വസ്തുക്കളെക്കുറിച്ച് പ്രത്യേകമായി നമ്മെ അറിയിക്കുന്ന വചനങ്ങളാണ് ഈ വചനങ്ങൾ. യാ അയ്യുഹല്ലദീന ആമനു, വിശ്വാസികളെ, വിശ്വസിച്ചവരെ, കുലു, നിങ്ങൾ ഭക്ഷിക്കുക, മിൻ തയ്യിബാത്ത്, നല്ലതായ വിശിഷ്ടമായവയിൽ നിന്ന്, മാ റസഖ്നാക്കും, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള, വഷ്കുറു, നിങ്ങൾ നന്ദി കാണിക്കുകയും ചെയ്യുക, ലില്ലാഹി, അല്ലാഹുവിന്, ഇൻ കുൻതും, നിങ്ങൾ ആകുന്നുവെങ്കിൽ, ഇയ്യാഹു, അവനെ തന്നെ, തഅബുദൂൻ, ആരാധിക്കുന്നു. യാ അയ്യുഹല്ലദീന ആമനു കുലൂ മിൻ തയ്യിബാതി മാ റസഖ്നാകും, വിശ്വസിച്ചവരെ, നിങ്ങൾക്ക് നാം നൽകിയിട്ടുള്ള വിശിഷ്ടമായ വസ്തുക്കളിൽ നിന്നും നിങ്ങൾ തിന്നുകൊള്ളുവിൻ. വഷ്കുറൂ ലില്ലാഹി, നിങ്ങൾ അല്ലാഹുവിന് നന്ദി കാണിക്കുകയും ചെയ്യുവിൻ. ഇൻ കുൻതും ഇയ്യാഹു തഅബുദൂൻ, നിങ്ങൾ അവനെ തന്നെയാണ് ആരാധിക്കുന്നതെങ്കിൽ.
ഇന്നമാ ഹറമ അലൈക്കും, ഇന്നമാ ഹറമ അവൻ നിഷിദ്ധമാക്കിയിട്ടുള്ളത്, അലൈക്കും നിങ്ങളുടെ മേൽ, അൽ മൈതത ശവം, വദ്ദമ രക്തം, വലഹ്മൽ ഖിൻസീർ പന്നിയുടെ മാംസം, വമാ ഉഹില്ല വമാ യാതൊന്നും ഉഹില്ല ബിഹി അതുകൊണ്ട് ശബ്ദമുയർത്തപ്പെട്ടിരിക്കുന്നു, ലിഗൈരില്ലാഹി അല്ലാഹു അല്ലാത്തവർക്കായി, ഫമൻ എന്നാൽ വല്ലവനും, ഉൾത്തുറ നിർബന്ധിതനായി, ഗൈറ ബാഗിൻ കാക്ഷിക്കുന്നവനല്ലാത്ത നിലയിൽ, വല ആദിൻ അതിരുവിട്ടവനല്ലാതെയും, ഫല ഇസ്മ അലൈഹി എങ്കിൽ അവന്റെ മേൽ കുറ്റമില്ല, ഇന്നല്ലാഹ ഗഫൂറുർ റഹീം നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്, കരുണാനിധിയാണ്. ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈതത വദ്ദമ വലഹ്മൽ ഖിൻസീരി വമാ ഉഹില്ല ബിഹി ലിഗൈരില്ലാഹി ശവവും രക്തവും പന്നിമാംസവും അല്ലാഹു അല്ലാത്തവർക്ക് വേണ്ടി ശബ്ദം ഉയർത്തപ്പെട്ടതും മാത്രമേ അവൻ നിങ്ങൾക്ക് ഹറാമാക്കിയിട്ടുള്ളൂ. എന്നാൽ എന്നാൽ നിയമലംഘനം കാക്ഷിക്കുന്നവനല്ലാതെയും അതിരുവിട്ടവനല്ലാതെയും ആരെങ്കിലും നിർബന്ധിതനാകുന്ന പക്ഷം അവന്റെ മേൽ കുറ്റമില്ല. ഇന്നല്ലാഹു ഗഫൂറുർ റഹീം നിശ്ചയമായും അല്ലാഹു വളരെ പൊറുക്കുന്നവനാണ്. അവസാനമായി 177 എടുത്തത്. ഓക്കെ, 177 അവസാനമായി എടുത്തത് അല്ലെ? ശരി, ഓർമ്മിപ്പിച്ചത് നന്നായി. ശരി, അവസാനമായി 178 നാം പാരായണം ചെയ്യുകയും അതിന്റെ അർത്ഥവും അതുപോലെ അതിലെ പാരായണ നിയമങ്ങളൊക്കെ പറയുകയും ചെയ്തു അല്ലെ? 178 വചനം. ശരി, എങ്കിൽ ഒന്നുകൂടി ശ്രദ്ധിക്കാം. നൂറ്റി 177 അവസാനമായി എടുത്തത്? അല്ലെ? അവസാനം എടുത്തത് 177 അല്ലേ? 177 178? ഓക്കെ, (178, 179) അതിന്റെ അർത്ഥം തജ്വീദ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്തു അല്ലേ? ശരി ശരി. أعوذ بالله من الشيطان الرجيم
يا أيها الذين آمنوا كتب عليكم القصاص في القتلى الحر بالحر والعبد بالعبد والأنثى بالأنثى فمن عفي له من أخيه شيء فاتباع بالمعروف وأداء إليه بإحسان ذلك تخفيف من ربكم ورحمة فمن اعتدى بعد ذلك فله عذاب أليم ولكم في القصاص حياة يا أولي الألباب لعلكم تتقون. യാ അയ്യുഹല്ലദീന ആമനു വിശ്വസിച്ചവരെ കുത്തിബ അലൈക്കുമുൽ ഖിസ്വാസു ഫിൽ ഖത്ല കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു. കുത്തിബ അലൈക്കുമുൽ ഖിസ്വാസു നിങ്ങൾക്ക് മേൽ പ്രതിക്രിയ നടത്തൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു. ഫിൽ ഖത്ല കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ. അൽ ഹുർറു ബിൽ ഹുർരി വൽ അബ്ദു ബിൽ അബ്ദി അതായത് സ്വതന്ത്രനും അടിമക്ക് അടിമയും വൽ ഉൻസാ ബിൽ ഉൻസാ സ്ത്രീക്ക് സ്ത്രീയും എന്നുള്ള നിലക്ക്. ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ എന്നാൽ ആർക്കെങ്കിലും തന്റെ സഹോദരനിൽ നിന്ന് വല്ലതും മാപ്പ് ചെയ്ത് കിട്ടുന്ന പക്ഷം ഫത്തിബാഉൻ ബിൽ മഅറൂഫി വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ അപ്പോൾ ഫത്തിബാഉൻ ബിൽ മഅറൂഫി ആചാരമര്യാദയെ പിൻപറ്റലും വഅദാഉൻ ഇലൈഹി ബിഇഹ്സാൻ നല്ല നിലയിൽ അവന് കൊടുത്തുവിട്ടലുമാണ് വേണ്ടത്. ذلك تخفيف من ربكم ورحمة അത് നിങ്ങളുടെ റബ്ബിങ്കൽ നിന്ന് ഒരു ഇളവ് നൽകലും കാരുണ്യവുമാകുന്നു. ഫമൻ അഅ്തദാ ബഅദ ذلك ഇനി അതിനുശേഷം ആരെങ്കിലും അതിരുവിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം ഫലഹു അദാബുൻ അലീം അവന് വേദനയേറിയ ശിക്ഷയുണ്ടായിരിക്കും. വലക്കും നിങ്ങൾക്കുണ്ട് ഫിൽ ഖിസാസി പ്രതികാര നടപടിയിൽ അല്ലെങ്കിൽ പ്രതിക്രിയയിൽ ഹയാത്തുൻ ഒരു ജീവിതം യാ ഉലിൽ അൽബാബ് ബുദ്ധിമാന്മാരെ ലഅല്ലക്കും തത്തഖൂൻ നിങ്ങൾ സൂക്ഷ്മത പാലിച്ചേക്കാവുന്നതാണ്. ഈ ആയത്തുകൾ ഇതിന്റെ പാരായണ നിയമങ്ങളും അതുപോലെ തന്നെ അതിലെ പദങ്ങളെക്കുറിച്ചുമൊക്കെ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമുക്കിന്ന് പഠിക്കാനുള്ളത് അതിന്റെ വിശദീകരണവും അതുപോലെ തന്നെ അതിലെ വ്യാകരണ നിയമങ്ങളുമൊക്കെയാണ്. ഇൻഷാ അല്ലാഹ് ഈ ആയത്തുകൾ യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല കൊല്ലപ്പെട്ടവരുടെ വിഷയത്തിൽ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ അത് നിയമമായി അല്ലാഹു അവതരിപ്പിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. അതിന്റെ വിശദാംശങ്ങളാണ് ഈ ആയത്തുകളിൽ നമ്മൾ കാണുന്നത്. ഏതായിരുന്നാലും ഇതിലെ ഈ ആയത്തുകളിൽ അടങ്ങിയ ആശയങ്ങളെക്കുറിച്ച് ആദ്യമായി സംസാരിക്കാം. കുതിബ കതബ എന്നതിന്റെ മജ്ഹൂൽ രൂപമാണ് കുതിബ. മാനി മൗലവി അദ്ദേഹത്തിന്റെ തഫ്സീറിൽ ഇത് സംബന്ധമായി എഴുതിയ ഭാഗം
അതൊന്ന് ശ്രദ്ധിക്കുക ഇൻഷാ അല്ലാഹ്. കതബ എന്ന ക്രിയയുടെ കർമ്മണി പ്രയോഗ രൂപമാണ് കുത്തിബ, അതായത് അതിന്റെ മജ്ഹൂൽ രൂപമാണ്. കതബ എന്ന് പറഞ്ഞാൽ സാധാരണ എഴുതി എന്നൊക്കെയാണ് അതിന് അർത്ഥം പറയാറുള്ളത്. അത് യഥാർത്ഥത്തിൽ ഒന്നൊന്നിനോട് കൂട്ടിച്ചേർക്കുക എന്നത്രേ ഇതിന്റെ സാക്ഷാൽ ഭാഷാർത്ഥം. കതബയുടെ ഭാഷാപരമായ അർത്ഥം ഒന്ന് മറ്റൊന്നിനോട് കൂട്ടിച്ചേർക്കുക എന്നതാണ്. അക്ഷരങ്ങളും പദങ്ങളും അന്യോന്യം കൂട്ടിച്ചേർക്കൽ എന്ന നിലക്ക് എഴുതുക എന്ന അർത്ഥത്തിലാണ് സാധാരണയായി ഉപയോഗിക്കപ്പെടാറുള്ളത്. ഇതിൽ നിന്നാണ് ഗ്രന്ഥം എന്ന് കിതാബ് എന്ന പദത്തിന് അർത്ഥം വരുന്നതും. രേഖപ്പെടുത്തുക, നിയമിക്കുക, വിധിക്കുക, നിശ്ചയിക്കുക എന്നിങ്ങനെയുള്ള അർത്ഥങ്ങളിലും അത് ഉപയോഗിക്കപ്പെടുന്നു. നിയമിക്കപ്പെട്ടു എന്ന അർത്ഥത്തിലാണ് ഇവിടെയും താഴെ 180, 183 മുതലായ സ്ഥലങ്ങളിലും കുത്തിബ ഉപയോഗിച്ചിട്ടുള്ളത്. ഈ അർത്ഥത്തിൽ വരുമ്പോൾ മിക്കപ്പോഴും ആ നിയമനം നിർബന്ധ രൂപത്തിലുള്ളതായിരിക്കുകയാണ് പതിവ്. ചിലപ്പോൾ നിർബന്ധമല്ലാതെയും വന്നേക്കാം. എല്ലാം സന്ദർഭം കൊണ്ടും മറ്റ് തെളിവുകൾ കൊണ്ടും മനസ്സിലാക്കേണ്ടതാകുന്നു. അപ്പോ ഒരു പദത്തെ സംബന്ധിച്ചാണ് യാ അയ്യുഹല്ലദീന ആമനു, വിശ്വസിച്ചവരെ, കുത്തിബ അലൈക്കും, നിങ്ങൾക്കുമേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിയമമാക്കപ്പെട്ടിരിക്കുന്നു, അല്ലെങ്കിൽ നിർബന്ധമാക്കപ്പെട്ടിരിക്കുന്നു. അതുപോലെ തന്നെയാണ് ഈ ആയത്തിൽ വന്നിട്ടുള്ള മഅറൂഫ് എന്ന പദം. മഅറൂഫ് എന്ന പദം ഖുർആനിൽ പലയിടത്തും ഉപയോഗിച്ച് കാണാം. അറിയപ്പെട്ടത്, പരിചയപ്പെട്ടത് എന്നൊക്കെയാണ് അതിന്റെ വാക്കർത്ഥം. ഇമാം റാഗിബ് പ്രസ്താവിച്ചതുപോലെ ബുദ്ധി മുഖേനയോ മതനിയമങ്ങൾ മുഖേനയോ നല്ല വഴക്കമായി അറിയപ്പെട്ട എല്ലാ കാര്യത്തിനും മഅറൂഫ് എന്ന് പറയപ്പെടും. ഇതിന്റെ നേരെ വിപരീതമാണ് മുൻകർ. ഈ വസ്തുതകൾ കണക്കിലെടുത്തുകൊണ്ട് മഅറൂഫ് സദാചാരം, ആചാരം, മര്യാദ എന്നിങ്ങനെയും മുൻകറിന് ദുരാചാരം, ദുർമര്യാദ, വെറുക്കപ്പെട്ടത്, അപരിചിതം എന്നിങ്ങനെയും സന്ദർഭോചിതം അർത്ഥം കൽപ്പിക്കപ്പെട്ടു വരുന്നു. അപ്പൊ ഈ ആയത്തിലെ രണ്ട് പ്രധാനപ്പെട്ട പദങ്ങൾ സംബന്ധിച്ചാണ് ഇവിടെ പറഞ്ഞത്. ഇപ്പോൾ കുത്തിബ എന്നതും അല്ലെങ്കിൽ കതബയുടെ മജ്ഹൂൽ രൂപമായ കുത്തിബ എന്നതിനെ കുറിച്ചും അതുപോലെ തന്നെ മഅറൂഫ് എന്ന പദത്തെക്കുറിച്ചും. ഇനി ഈ ആയത്തിലെ ആശയം എന്താണ്? കൃത്യമായും പറഞ്ഞാൽ കൊല്ലപ്പെട്ടവരുടെ കാര്യത്തിലുള്ള അതിന്റെ പ്രതിക്രിയ എന്താകുന്നു? ഒരാൾ കൊല്ലപ്പെട്ടു കഴിഞ്ഞാൽ കൊന്ന ഒരാളുണ്ടാവുമല്ലോ, അയാളുടെ കാര്യത്തിലും എന്ത് നിലപാടാണ് സ്വീകരിക്കേണ്ടത്, എന്ത് നടപടിയാണ് സ്വീകരിക്കേണ്ടത് എന്ന കാര്യമാണ് ഈ ആയത്തിൽ വിശദീകരിക്കുന്നത്. കൊലക്ക് പകരം കൊല എന്ന സമ്പ്രദായം അറബികളിലും വേദക്കാരിലും മുമ്പേ പതിവുണ്ടായിരുന്നു. പക്ഷേ അതിൽ നീതിയും സമത്വവും പാലിക്കപ്പെട്ടിരുന്നില്ല. മേലേക്കിടയിലുള്ളവരായി ഗണിക്കപ്പെടുന്നവരെ താഴേക്കിടയിലുള്ളവർ കൊലപ്പെടുത്തിയാൽ ഒന്നിലധികം പേരെ പകരം കൊല്ലുക, ഘാതകൻ അടിമയാണെങ്കിൽ അവന്റെ യജമാനെ കൊല്ലുക, സ്ത്രീയാണെങ്കിൽ ഭർത്താവിനെയോ ബന്ധത്തിൽപ്പെട്ട ഏതെങ്കിലും പുരുഷനെയോ കൊല്ലുക എന്നിങ്ങനെയുള്ള അക്രമങ്ങളും അനീതികളും അംഗീകരിക്കപ്പെട്ടിരുന്നു. നേരെ മറിച്ച് പ്രതാപത്തിലും ശക്തിയിലും താണ നിലവാരക്കാരെ ഉയർന്നവർ കൊല്ലുന്ന പക്ഷം ഏതെങ്കിലും തരത്തിലുള്ള ഉപായ നടപടികൾ സ്വീകരിച്ചുകൊണ്ട് ഘാതകനെ പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കപ്പെടുകയും ചെയ്യും. ഇങ്ങനെയുള്ള ചില അനീതികൾ ഇന്നും ചില ജനവിഭാഗങ്ങൾ നിലവിലുള്ളതാണ്. ഇത്തരം നീതികെട്ട സമ്പ്രദായങ്ങളെ ഉന്മൂലനം ചെയ്ത് കൊലക്കുറ്റത്തിനുള്ള പ്രതികാരത്തിൽ സമത്വം പാലിക്കൽ നിർബന്ധമാണെന്ന് ഈ വചനം മുഖേന അള്ളാഹു കൽപ്പിക്കുന്നു. പ്രതിക്രിയ നടത്തൽ നിങ്ങളിൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞതിന്റെ താല്പര്യം കൊന്നവനെ കൊല്ലൽ നിർബന്ധമാണെന്നല്ല, പ്രതിക്കൊലയിൽ സമത്വവും നീതിയും പാലിക്കണമെന്നാണ് ഉദ്ദേശം. അപ്പോ കൊന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാളെ നിർബന്ധമായും കൊല്ലുക എന്നതോ അതല്ലെങ്കിൽ കൊല്ലപ്പെട്ട അല്ലെങ്കിൽ ഘാതകനായ ഒരാളെ സംബന്ധിച്ച് അങ്ങനെ ആ ഘാതകനെ നീതിയൊന്നും പരിഗണിക്കാതെ അല്ലെങ്കിൽ അയാളുടെ ന്യായമോ മറ്റു കാര്യങ്ങളോ ഒന്നും പരിഗണിക്കാതെ അയാൾക്കെതിരെ ശിക്ഷാ നടപടികൾ സ്വീകരിക്കുക എന്നുള്ളതൊന്നുമല്ല ഇവിടെ ഉദ്ദേശിക്കപ്പെടുന്നത്. അതുപോലെ തന്നെ കൊന്ന ഒരാളെ കൊല്ലുക എന്ന് പറഞ്ഞാൽ ആ ഘാതകനെ സംബന്ധിച്ചിടത്തോളം അയാൾക്കെതിരെ നിയമ നടപടികൾ സ്വീകരിക്കേണ്ടത് അല്ലെങ്കിൽ ഇത്തരം അയാളെ വധിക്കുകയാണെങ്കിൽ വധശിക്ഷ നടപ്പാക്കേണ്ടത് തുടങ്ങിയ കാര്യങ്ങൾ അത്
സമൂഹത്തിലെ ആളുകൾ ഓരോരുത്തർ നിയമം കയ്യിലെടുത്തുകൊണ്ട് ചെയ്യുക എന്നുള്ളതല്ല, മറിച്ച് അതിൻ്റെതായ ഭരണ സംവിധാനങ്ങൾ അവരാണ് ഇതിന്റെ പ്രതിക്രിയ നിശ്ചയിക്കേണ്ടത്, അവരാണത് നടപ്പാക്കേണ്ടത്. അപ്പോ അതൊരു സാമൂഹികമായ ഒരു നിയമമാണ്, വ്യക്തിപരമായ ഒരു നിയമമല്ല. കുത്തിബ അലൈക്കുമുൽ ഖിസാസു ഫിൽ ഖത്ല എന്ന് പറയുമ്പോൾ പ്രതിക്രിയ നടത്തൽ നിങ്ങളുടെ മേൽ നിയമിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞാൽ അത് ഓരോ ആളുകൾക്കും വ്യക്തിപരമായി നിയമിക്കപ്പെട്ട നിയമം എന്നുള്ള നിലക്കല്ല, മറിച്ച് ഒരു സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം അവർ നടപ്പാക്കേണ്ടുന്ന ആ നാടിന്റെ സാഹചര്യവും അവിടുത്തെ നിയമ വ്യവസ്ഥയും എല്ലാം പരിഗണിച്ചുകൊണ്ട് നടപ്പാക്കേണ്ടുന്ന ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇസ്ലാമികമായ ഒരു ഗവൺമെന്റ്, ഒരു നിയമ വ്യവസ്ഥ നിലവിലുള്ള ഒരു സമൂഹത്തിൽ അല്ലെങ്കിൽ രാജ്യത്തിൽ അവിടെയാണ് ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കാൻ സാധിക്കുക എന്നുള്ളത് എല്ലാവർക്കും അറിയാൻ സാധിക്കും. അതില്ലാത്ത ഒരു നാട്ടിൽ ഓരോരുത്തർ അങ്ങനെ ഇസ്ലാമികമായ നിയമമല്ലേ അത് നമ്മൾ നടപ്പാക്കേണ്ടേ എന്നുള്ള നിലക്ക് അത് നടപ്പാക്കുക എന്നുള്ളത് ശരിയല്ല. ഏതായിരുന്നാലും പിന്നെ അതുപോലെ തന്നെ പഴയ കാലങ്ങളിൽ ആളുകളെ ഇത്തരത്തിലുള്ള വധങ്ങൾ അല്ലെങ്കിൽ കൊലപാതകങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ ഉയർന്ന ആളുകൾ, മുകളിലുള്ള ആളുകൾ അവർ രക്ഷപ്പെടുകയും എന്നാൽ അതേസമയം താഴ്ന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം, സ്വാധീനമില്ലാത്ത ആളുകളെ സംബന്ധിച്ചിടത്തോളം അവർ രക്ഷപ്പെടുകയും ചെയ്യുക, അത് ഇന്നുണ്ട്. അത് ഏത് കാലഘട്ടത്തിലും ഉള്ള ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ പക്ഷേ അത് ഒരു നിയമമായിട്ട് അത് അംഗീകരിക്കപ്പെട്ട നാട്ട് സമ്പ്രദായമായി സ്വീകരിക്കപ്പെട്ടു വന്നിരുന്ന രീതിയായിരുന്നു യഥാർത്ഥത്തിൽ അറബികൾക്കിടയിലൊക്കെ ഉണ്ടായിരുന്നത്. അപ്പൊ അതുപോലെ തന്നെ ഘാതകനെ വധിക്കാതെ ഘാതകന്റെ ബന്ധുക്കളെ വധിക്കുക, അല്ലെങ്കിൽ ആ കുടുംബത്തെ ഉന്മൂലനം ചെയ്യുക, നശിപ്പിക്കുക, ഇങ്ങനെ തുടങ്ങി അതിൽ നിരപരാധികളായ ആളുകൾക്ക് നേരെ നടപടി സ്വീകരിക്കുന്ന രീതികളൊക്കെ പഴയ കാലങ്ങളിൽ ഉണ്ടായിരുന്നു. അവിടെ ഈ പ്രതിക്കൊലയിൽ സമത്വവും നീതിയും പാലിക്കണമെന്നാണ് യഥാർത്ഥത്തിൽ ഈ ആയത്തുകൾ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്വതന്ത്രന് സ്വതന്ത്രനും അടിമക്ക് അടിമയും സ്ത്രീക്ക് സ്ത്രീയും എന്ന് പറഞ്ഞത് അതിന്റെ വിശദീകരണമാണ്. പകരം കൊല്ലാതെ പ്രായശ്ചിത്തം കൊണ്ട് മതിയാക്കുവാൻ വധിക്കപ്പെട്ടവന്റെ അവകാശികൾക്ക് അധികാരം നൽകിയിരിക്കുന്നതും അതിന് അവർക്ക് പ്രോത്സാഹനം നൽകപ്പെട്ടിരിക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോ ഒരു അടിമയാണെങ്കിൽ അടിമയുടെ യജമാനനെ അല്ല കൊല്ലേണ്ടത്. ഒരു അടിമയാണെങ്കിൽ അടിമ തന്നെയാണ്. അതുപോലെ സ്വതന്ത്രനാണെങ്കിൽ സ്വതന്ത്രനെ തന്നെയാണ്, പെണ്ണാണെങ്കിൽ പെണ്ണിനെ തന്നെയാണ്. അപ്പോ എന്നാൽ അതേസമയം ഒരാള് വിട്ടുകൊടുക്കുകയാണ്, ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ആരെങ്കിലും മാപ്പ് ചെയ്തു കൊടുക്കുകയാണെങ്കിൽ ആ മാപ്പ് സ്വീകരിക്കാവുന്നതാണ്. അതിനെ പ്രോത്സാഹിപ്പിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. മാപ്പ് ചെയ്യുക, ആ മാപ്പ് ചെയ്യുമ്പോഴുണ്ടാകേണ്ടുന്ന രീതികൾ എപ്രകാരമൊക്കെയാണ് എന്നുള്ളത് ഫത്തിബാഉൻ ബിൽ മഅറൂഫി വ അദാഉൻ ഇലൈഹി ബി ഇഹ്സാൻ, അത് മര്യാദയെ പിൻപറ്റുക, നല്ല നിലയിൽ അത് അവന് കൊടുത്തു വീട്ടുകയും ചെയ്യുക. അപ്പൊ അതിനുള്ള നഷ്ടപരിഹാരവും മറ്റുമൊക്കെ ആ രൂപത്തിൽ നൽകിക്കൊണ്ടായിരിക്കണം അത് നടപ്പാക്കേണ്ടത് എന്നർത്ഥം. എന്നാൽ ഒരു അടിമയെ ഒരു സ്വതന്ത്രനോ അല്ലെങ്കിൽ മറിച്ചോ, ഒരു സ്ത്രീയെ ഒരു പുരുഷനോ അല്ലെങ്കിൽ മറിച്ചോ വധിച്ചുവെങ്കിലോ ഇതിനെപ്പറ്റിയൊന്നും ഇവിടെ വിവരിക്കുന്നില്ല. അതുകൊണ്ട് പണ്ഡിതന്മാർക്കിടയിൽ ഇതിന്റെ വിശദീകരണത്തിൽ അഭിപ്രായ വ്യത്യാസങ്ങൾ കാണാം. ആ അഭിപ്രായങ്ങളും തെളിവുകളും ന്യായങ്ങളും ഉദ്ധരിക്കുന്ന പക്ഷം അത് കുറെ ദീർഘിച്ചു പോകുന്നത് കൊണ്ട് ഇവിടെ അതിലേക്ക് പ്രവേശിക്കുന്നില്ല. ഫിഖ്ഹിന്റെ ഗ്രന്ഥങ്ങളിലാണ് അതിന്റെ സ്ഥാനം. സൂറത്ത് മാഇദ 48 വെച്ച് ഏതാനും വിവരങ്ങൾ കാണാവുന്നതാണ്. ഒരാളെ കൊല ചെയ്തത് ഒന്നിലധികം പേർ ചേർന്നുകൊണ്ടാണെങ്കിൽ അവരെല്ലാം കൊലശിക്ഷക്ക് ബാധ്യസ്ഥരാണെന്നത്രേ ഭൂരിപക്ഷ അഭിപ്രായം. ഒരു സംഭവത്തിൽ ഉമർ റളിയല്ലാഹു അൻഹു പ്രകാരം വിധിച്ചതായി ഇമാം ബുഖാരി രേഖപ്പെടുത്തിയിട്ടുമുണ്ട്. ഇനി ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ, ആർക്കെങ്കിലും തന്റെ സഹോദരന് വല്ലതും മാപ്പ് ചെയ്യപ്പെടുന്ന പക്ഷം അപ്പോൾ സദാചാര മര്യാദയെ പിൻപറ്റലും അവന് നല്ല നിലയിൽ കൊടുത്തുവിട്ടലുമാണ് വേണ്ടത് എന്ന വാക്യത്തിൽ ഇരു ഭാഗക്കാരെയും ബാധിക്കുന്ന പല സംഗതികളും അടങ്ങിയിരിക്കുന്നു. ഉദാഹരണമായി, ഒരു കൊലപാതകം നടന്നതുകൊണ്ട് ഇരു കൂട്ടരും തമ്മിലുള്ള ഇസ്ലാമിക സാഹോദര്യ ബന്ധം മുറിഞ്ഞു പോകുന്നില്ല. അതാണ് ഇവിടെ ഫമൻ ഉഫിയ ലഹു മിൻ അഖീഹി ഷൈഉൻ. അപ്പോൾ അവിടെ ഇഖ്വത്ത് പോകുന്നില്ല. ഒരാളെ കൊന്നു, അതൊരു പക്ഷേ അയാളിൽ പെട്ടെന്നുണ്ടായ വികാര വിക്ഷോഭത്തിൽ സംഭവിച്ചതാവാം, പല കാരണങ്ങളാൽ സംഭവിച്ചതാവാം. പക്ഷെ എന്നിരുന്നാലും
അവിടെ സാഹോദര്യം, അയാളൊരു മുസ്ലിമാണ് കൊല്ലപ്പെട്ടതെങ്കിൽ കൊന്നയാൾ മുസ്ലിം തന്നെയാണെങ്കിൽ അവർക്കിടയിലുള്ള സാഹോദര്യം എന്ന് പറയുന്നത് അവിടെ മുറിഞ്ഞു പോകുന്നില്ല. അവന്റെ സഹോദരൻ എന്ന് വല്ലതും മാപ്പ് ചെയ്യപ്പെട്ടാൽ എന്ന വാക്ക് ഇത് സൂചിപ്പിക്കുന്നു. പരസ്പരം സഹോദരന്മാരായതുകൊണ്ട് പ്രതിക്രിയയിൽ വല്ലതും വിട്ടുകൊടുക്കേണ്ടതാണെന്നും അത് സൂചിപ്പിക്കുന്നു. രണ്ടാമത്തേത്, കൊല്ലപ്പെട്ടവന്റെ കൈകാര്യം നടത്തുന്നവരിൽ ചിലരെങ്കിലും പ്രതിക്കൊല നടത്തുന്നതിൽ ഇളവ് നൽകുന്ന പക്ഷം ഘാതകനെ പകരം കൊല ചെയ്തുകൂടാ എന്നും ഇതിൽ നിന്ന് മനസ്സിലാക്കാം. അപ്പൊ കൊല്ലപ്പെട്ടവരുടെ കൈകാര്യം നടത്തുന്നവരിൽ ചിലരെങ്കിലും പ്രതിക്കൊല നടത്തുന്നതിൽ ഇളവ് നൽകുന്ന പക്ഷം, ഇപ്പോ കൊല്ലപ്പെട്ട ആൾക്ക് ജീവിച്ചിരിപ്പില്ല, പിന്നെ അയാളുടെ ബന്ധുക്കളാണ് ആ കാര്യത്തിൽ ഇത് പറയേണ്ടത്. അപ്പൊ അതുകൊണ്ട് അവരത് വിട്ടുകൊടുക്കുകയാണെങ്കിൽ ആ ഘാതകനെ പകരം കൊല ചെയ്തുകൂടാ എന്നുള്ളത് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കേണ്ടത്. പ്രതിക്കൊലയിൽ നിന്ന് ഒഴിവാക്കപ്പെട്ടാൽ പിന്നെ സദാചാര മര്യാദയെ പിൻപറ്റലും അവന് നല്ല നിലയിൽ കൊടുത്തു തീർക്കലുമാണ് വേണ്ടത്. അതായത് സദാചാര മുറപ്രകാരമുള്ള നഷ്ടപരിഹാരം അഥവാ പ്രായശ്ചിത്തം ഘാതകന്റെ പക്ഷത്തു നിന്ന് വധിക്കപ്പെട്ടവന്റെ അവകാശികൾക്ക് കൊടുത്തു തീർക്കണം. അതിൽ വീഴ്ചയോ തർക്കമോ നടത്തിക്കൂടാ. ഭംഗിയായും നല്ല നിലയിലും അത് നിർവഹിക്കണം എന്നിങ്ങനെ പലതും ഈ വാക്യത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്നതാണ്. അപ്പോൾ കൃത്യമായി അതിന്റെ നഷ്ടപരിഹാരം എന്താണ് എന്നുള്ളത് അത് നൽകിയിരിക്കണം എന്നുള്ളതാണ്. ഒരിക്കൽ കൊലയിൽ നിന്ന് മാപ്പ് നൽകിയിട്ട് പിന്നെയും കൊലപ്പെടുത്തുക, ചില അവകാശികൾ മാപ്പ് നൽകിയ ശേഷം മറ്റേ അവകാശികൾ കൊലപ്പെടുത്തുക, പ്രായശ്ചിത്തം വാങ്ങിയിട്ട് പിന്നെയും കൊല ചെയ്യുക, യഥാർത്ഥ ഘാതകനെ അല്ലാതെ മറ്റാരെയെങ്കിലും കൊല്ലുക, പ്രായശ്ചിത്തത്തിന്റെ സംഖ്യയിൽ ആചാര വഴക്കത്തിൽ കവിഞ്ഞ് ആവശ്യപ്പെടുക, പ്രായശ്ചിത്തം നൽകുവാൻ നിശ്ചയിച്ചിട്ട് അത് ശരിക്ക് കൊടുത്തു തീർക്കാതിരിക്കുക മുതലായ അനീതികളെ കുറിച്ചുള്ള താക്കീതാണ് ഫമൻ യഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം. എന്നിട്ട് അതിനുശേഷം ആരെങ്കിലും അതിര് വിട്ട് പ്രവർത്തിക്കുന്ന പക്ഷം അവന് വേദനയേറിയ ശിക്ഷയുണ്ട് എന്ന് പറഞ്ഞത് ഘാതകനെ സംബന്ധിച്ചിടത്തോളവും അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവരുടെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളവും എല്ലാവർക്കും ആ നിയമം ബാധകമാണ്. ഒരാള് ഘാതകനാണ്, പക്ഷേ മാപ്പ് കൊടുത്തതിനു ശേഷം വീണ്ടും എനിക്ക് മാപ്പ് കിട്ടിയല്ലോ എന്നുള്ള എനിക്ക് വീണ്ടും കൊലപാതകത്തിൽ ഏർപ്പെടുക. അതുപോലെ തന്നെ കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കളെ സംബന്ധിച്ചിടത്തോളം ചില അവകാശികൾ മാപ്പ് നൽകിയ ഞങ്ങൾ മാപ്പ് നൽകിയിട്ടില്ല എന്ന് പറഞ്ഞ് മറ്റൊരു കൂട്ടർ വന്നിട്ട് ഈ ഘാതകനെ വധിക്കുക, ഇതൊന്നും ചെയ്യാൻ പാടില്ല. അതുപോലെ പ്രായശ്ചിത്തം വാങ്ങിയിട്ട് ആ പൈസ കിട്ടിക്കഴിഞ്ഞതിന് ശേഷം പിന്നെ അവനെ വധിക്കുക, ചതിച്ചുകൊണ്ടോ അല്ലാത്തയോ നിലക്ക് ഘാതകനെ വധിക്കുക, അതൊന്നും പാടുള്ളതല്ല. അതുപോലെ തന്നെ പ്രായശ്ചിത്തം അവിടുത്തെ നാട്ടിലെ ഒരു കൃത്യമായ ഒരു രീതി ഉണ്ടാവും അതിന്റെ സംഖ്യ നിശ്ചയിക്കുന്നതിന്. അതിനപ്പുറത്തേക്ക് വലിയ എമൗണ്ട് പറയുകയും അങ്ങനെ പിന്നെ അത് അന്യായമായ നിലക്ക് അത് വാങ്ങുകയും ചെയ്യുന്നതും ശരിയല്ല. അപ്പൊ അതൊക്കെ ഇത്തരത്തിലുള്ള അനീതികളൊന്നും ഉണ്ടാകാൻ പാടില്ല. ഫമൻ യഅ്തദാ ബഅദ ദാലിക ഫലഹു അദാബുൻ അലീം എന്ന ഈ സൂക്തം അതാണ് സൂചിപ്പിക്കുന്നത്. പിന്നെ ഉദ്ദേശപൂർവമല്ലാതെ അബദ്ധത്തിൽ വന്നു പോകുന്ന കൊലകളിൽ പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടതെന്ന് സൂറത്ത് നിസാഇൽ 92-ാമത്തെ വചനത്തിൽ വ്യക്തമാക്കപ്പെട്ടിട്ടുണ്ട്. അതായത് അബദ്ധത്തിൽ സംഭവിച്ചു പോകുന്ന സംഭവങ്ങളിൽ, കൊലകളിൽ അതാണെങ്ങനെയാണ് ബോധ്യപ്പെട്ടു കഴിഞ്ഞാൽ അത് പ്രായശ്ചിത്തം നൽകുകയാണ് വേണ്ടതെന്ന് ഖുർആൻ വ്യക്തമായി പറഞ്ഞിട്ടുണ്ട്. പ്രായശ്ചിത്തം 100 ഒട്ടകമാണ് കണക്കാക്കപ്പെട്ടിരിക്കുന്നത്. അവ കൊടുത്തു തീർക്കേണ്ടത് എങ്ങനെയാണെന്ന് മറ്റുമുള്ള ഹദീസ് ഗ്രന്ഥങ്ങളിലും ഒക്കെ വിശദീകരിക്കപ്പെട്ടിട്ടുണ്ട്. പിന്നെ യാ ഉലിൽ അൽബാബ്, ഇവിടെ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ യാ ഉലിൽ അൽബാബ് എന്ന സംബോധനയോടുകൂടി 179-ാമത്തെ വചനത്തിൽ കൊലക്ക് പകരം കൊല ചെയ്യുകയെന്ന നിയമത്തിൽ അടങ്ങിയ തത്വം അള്ളാഹു ചൂണ്ടിക്കാട്ടിയിരിക്കുന്നു. ബുദ്ധിമാന്മാർക്ക് അത് ചിന്തിച്ച് ഗ്രഹിക്കുവാൻ കഴിയുകയുള്ളൂ. സാധാരണക്കാർക്കും ബാഹ്യാവസ്ഥ മാത്രം കണക്കിലെടുക്കുന്നവർക്കും അത് വേഗത്തിൽ മനസ്സിലാക്കുവാൻ കഴിഞ്ഞെന്ന് വരികയില്ല എന്നാണ് ആ സംബോധന സൂചിപ്പിക്കുന്നത്. പ്രതിക്കൊല നിയമിച്ചതിൽ മനുഷ്യർക്ക് ഒരു ജീവിതമുണ്ട്, അഥവാ അവരുടെ ജീവന് ഒരു തരത്തിൽ രക്ഷയുണ്ട് എന്നാണ് അള്ളാഹു പറഞ്ഞത്. ആലോചിച്ചു നോക്കുക, ഈ നിയമം മുഖേന കൊലക്കുറ്റം സമുദായത്തിൽ കുറഞ്ഞു പോകുമെന്ന് തീർച്ചയാണ്. എന്തെങ്കിലും വിരോധമോ സ്വാർത്ഥമോ ഉണ്ടാകുമ്പോഴേക്കും അന്യനെ വധിക്കുവാൻ പ്രേരിതമാകുന്ന ആളുകൾ, ഇത്തരക്കാർ മനുഷ്യ സമുദായത്തിൽ ദുർലഭമല്ലെന്നുള്ളത് അനിഷേധ്യമാണ്.
ആ കൃത്യത്തിൽ നിന്ന് പിന്മാറുവാൻ ഈ നിയമം കാരണമാകുന്നു. അപ്പൊ കൊലക്ക് പകരം കൊല എന്നുള്ള നിയമം ചിലർ പറയും അത് പ്രാകൃതമായ നിയമമാണ്, അത് ശരിയല്ല, അത് എന്നൊക്കെ പറഞ്ഞ് ആ നിലക്കതിനെ പറയാറുണ്ട്, അതിനെ വിമർശിച്ച് പറയാറുണ്ട്. പക്ഷേ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നതിലൂടെ വലക്കും ഫിൽ ഖിസാസി ഹയാത്തുൻ എന്നാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നത്. അതിൽ നിങ്ങൾക്കൊരു ജീവിതമുണ്ട്. കാരണം മനുഷ്യ ജീവിതം നിലനിൽക്കണമെങ്കിൽ, മനുഷ്യ ജീവൻ നിലനിൽക്കണമെങ്കിൽ ഇത്തരത്തിലുള്ള നിയമങ്ങൾ ആവശ്യമാണ്. അത് ബുദ്ധി കൊടുത്താൽ ഗ്രഹിക്കാൻ സാധിക്കുന്ന കാര്യമാണ്. അത് ശരിയായ രൂപത്തിൽ ചിന്തിച്ചു കഴിഞ്ഞാൽ അത്തരത്തിലുള്ള കൊലപാതകങ്ങളെ നിയന്ത്രിക്കുവാൻ ഇത്തരത്തിലുള്ള നിയമങ്ങൾക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ എന്നാണ് ഖുർആൻ പറയുന്നത്. ഒരിക്കൽ ഒരാളെ കൊല ചെയ്തവന് അവൻ ഒരു കഠിന ശിക്ഷയ്ക്ക് വിധേയനാകുന്നില്ലാത്ത പക്ഷം വീണ്ടും കൊല നടത്തുവാനുള്ള ധൈര്യം വർദ്ധിക്കുകയാണ് ചെയ്യുക. അവൻ കൊലശിക്ഷ അനുഭവിക്കേണ്ടി വരുന്നത് അവനെപ്പോലെയുള്ള മറ്റുള്ളവർക്കും ഒരു പാഠമായിരിക്കും എന്നുള്ളത് പോലെ തന്നെ അവന്റെ കൈക്ക് വീണ്ടും കൊല നടക്കുവാനുള്ള മാർഗം ഇല്ലാതായി തീരുകയും ചെയ്യുന്നു. ദശക്കണക്കിലും നൂറുകണക്കിലും ഭീമമായ കൊലകൾ നടത്തിയ ക്രൂരന്മാരെ പറ്റി പലപ്പോഴും നാം കേൾക്കാറുണ്ട്. ഒന്നാമത്തെ കൊലയിൽ അവന്റെ മേൽ കൊലശിക്ഷ വിധിക്കപ്പെട്ടിരുന്നുവെങ്കിൽ അങ്ങനെ സംഭവിക്കുമായിരുന്നില്ലെന്ന് പറയേണ്ടതില്ല. മനുഷ്യ പ്രകൃതിയെയും അവന്റെ അക്രമ വാസനയിൽ നിന്നും അവിവേകത്തിൽ നിന്നും അവനെ തടയുവാനുള്ള നടപടിയെയും കുറിച്ച് മനുഷ്യനേക്കാൾ അറിയുക അവനെ സൃഷ്ടിച്ച സൃഷ്ടാവിനാണല്ലോ. അക്രമവാസനകളിൽ നിന്ന് മനുഷ്യരെ തടയുവാനുള്ള മാർഗം കുറ്റത്തിനനുസരിച്ച് ശിക്ഷ നൽകുകയാണെന്നുള്ള അടിസ്ഥാന തത്വം സ്വീകരിക്കാത്തവർ അവർ നിർമ്മത നിരീശ്വരവാദികളായിരുന്നാൽ പോലും ഉണ്ടായിരിക്കുമെന്ന് തോന്നുന്നില്ല. അല്ലെന്ന് വല്ലവരും കരുതുന്നുണ്ടെങ്കിൽ അവർ വിഡ്ഢികളാണെന്നേ പറയാനുള്ളൂ. ഈ അടിസ്ഥാന തത്വം അനുസരിച്ച് പ്രായോഗികവും യുക്തവുമായ ശിക്ഷാ നിയമങ്ങളാണ് അള്ളാഹു ഇസ്ലാമിന്റെ നിയമമായി അവതരിപ്പിച്ചിട്ടുള്ളത്. കൊലക്ക് പകരം പ്രതിക്കൊല ചെയ്യുന്നവരിൽ ജാഹിലിയ കാലത്ത് പലരും അതിര് കവിഞ്ഞതായി മുമ്പ് പ്രസ്താവിച്ചുവല്ലോ. എന്നാൽ അവരിൽ ചില വിഭാഗക്കാർ പ്രതിക്കൊല നടത്താതെ നഷ്ടപരിഹാരം വാങ്ങി തൃപ്തി അടഞ്ഞിരുന്നതായും പറയപ്പെടുന്നു. ഇന്ന് പരിഷ്കൃത രാഷ്ട്രങ്ങളെന്ന് അഭിമാനിക്കുന്ന ചില നാടുകളിൽ പ്രതിക്കൊല നടത്തുന്നത് ഒരു പഴഞ്ചൻ സമ്പ്രദായമാണെന്നും കിരാത നിയമമാണെന്നും ഒക്കെയുള്ള ഒരു ചിന്താഗതി പ്രചരിച്ചിരിക്കുന്നു. ഭൗതിക വീക്ഷണഗതിയിൽ നിന്നും പൈശാചികമായ ദുഷ്ടപ്രേരണകളിൽ നിന്നും ഉടലെടുത്ത ഈ ചിന്താഗതി നിമിത്തം ചിലയിടങ്ങളിൽ കൊലശിക്ഷ നിർത്തൽ ചെയ്യുകയും പകരം മറ്റു ചില ശിക്ഷകൾ കൊണ്ട് മതിയാക്കുകയും ചെയ്തിരിക്കുന്നു. അതിന്റെ ഫലമോ കൊലക്കുറ്റത്തിന്റെ വർധനവും കൊല ചെയ്യുന്ന രൂപത്തിലുള്ള വികൃത പരിഷ്കാരങ്ങളുമല്ലാതെ മറ്റൊന്നുമില്ലതാനും. കണ്ണുള്ളവർക്കൊക്കെ കാണുവാനും കാതുള്ളവർക്കൊക്കെ കേൾക്കുവാനും കഴിയുന്ന ഒരു പരമാർത്ഥമാണിത്. കൊലശിക്ഷ എടുത്തു കളഞ്ഞ ശേഷം വീണ്ടും അത് നടപ്പിലാക്കുവാൻ നിർബന്ധിതമായ രാഷ്ട്രങ്ങളുമുണ്ട്. പഴഞ്ചനെന്നും കിരാതമെന്നും മുദ്ര കുത്തപ്പെട്ട ആ ഇസ്ലാമിക ശിക്ഷാ നിയമങ്ങൾ നടപ്പിലുള്ള നാട്ടിലും പരിഷ്കൃതമെന്നും ആധുനികമെന്നും മറ്റും ഘോഷിക്കപ്പെടുന്ന ശിക്ഷാ നിയമങ്ങൾ നിലവിലുള്ള നാടുകളിലും നടമാടിക്കൊണ്ടിരിക്കുന്ന കൊല, കളവ്, കവർച്ച തുടങ്ങിയ അക്രമങ്ങളുടെ കണക്കുകളെന്ന് പരിശോധിച്ചു നോക്കിയാൽ ഈ പരമാർത്ഥം ആർക്കും ബോധ്യപ്പെടും. ഇസ്ലാമിക നിയമം നടപ്പുള്ള രാഷ്ട്രങ്ങളിൽ ഒരു കൊല്ലം 10 താഴെ കൊലകളാണ് നടക്കുന്നതെങ്കിൽ മറ്റേതിൽ മണിക്കൂറിൽ 10 or 100 കണക്കിലായിരിക്കും കൊലപാതകങ്ങളുടെ എണ്ണം കാണുക. എന്നിട്ടും മനുഷ്യൻ കണ്ണു തുറക്കാത്തതാണ് അത്ഭുതം. പക്ഷേ സൃഷ്ടാവിനെയും സൃഷ്ടാവിന്റെ നിയമങ്ങളെയും ധിക്കരിക്കുന്നവർക്ക് ഈ വക യാഥാർത്ഥ്യങ്ങൾ ഗ്രഹിക്കുവാൻ കഴിയാത്തതിൽ അത്ഭുതമില്ല. ഇതിന്റെ വിശദീകരണത്തിൽ വാഷിംഗ്ടണിൽ നിന്ന് ആ കാലഘട്ടത്തിൽ ഇത് 1960കളിൽ ഈ വ്യാഖ്യാനം എഴുതുന്ന സന്ദർഭത്തിൽ അമാനുമോലി രേഖപ്പെടുത്തുന്ന ഒരു കാര്യം, വാഷിംഗ്ടണിൽ നിന്നുള്ള ഒരു വാർത്തയിൽ ലോകത്തിലെ ഏറ്റവും പരിഷ്കൃതവും സമ്പന്ന രാഷ്ട്രവുമായ അമേരിക്കയിൽ കഴിഞ്ഞ വർഷം 12,000 ആളുകൾ, അതായത് ദിനം പ്രതി 32 പേർ കൊല്ലപ്പെട്ടതായി മലയാള മനോരമ ദിനപത്രം അതിന്റെ 10/7/78 ലക്കത്തിൽ പ്രസിദ്ധപ്പെടുത്തിയിരിക്കുന്നു. അപ്പോ ഇത്തരത്തിലുള്ള നിയമങ്ങൾ നടപ്പാക്കുന്നത്, ഇസ്ലാമികമായ നിയമങ്ങൾ എന്ന് പറയുന്നത് അല്ലാഹു സുബ്ഹാനഹു വ തആല മനുഷ്യനെ സൃഷ്ടിച്ച സൃഷ്ടാവിന്റെ നിയമങ്ങളാണ്. ആ സൃഷ്ടാവിന് മാത്രമേ അറിയുകയുള്ളൂ മനുഷ്യരിൽ ഇത്തരത്തിലുള്ള ദുർവാസനകളും അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള കിരാതമായ പ്രവർത്തനങ്ങളും ഒക്കെ നിയന്ത്രിക്കണമെങ്കിൽ എന്തൊക്കെ ചെയ്യണമെന്നുള്ള കാര്യം അത് അല്ലാഹു സുബ്ഹാനഹു വ തആലക്ക് മാത്രമാണ് അറിയുക. മറ്റുള്ളവർക്ക് അത് മനസ്സിലാക്കുവാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ കൊലക്ക് പകരം കൊല എന്നുള്ളത് തന്നെയാണ് ഇസ്ലാമിലെ നിയമം. അത് കൊല്ലപ്പെട്ടവന്റെ ബന്ധുക്കൾ അവർക്ക് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന് കൃത്യമായ നഷ്ടപരിഹാരവും കൃത്യമായ
വ്യവസ്ഥകളും വെച്ചുകൊണ്ട് വിട്ടുകൊടുക്കുകയാണെങ്കിൽ അതിന് വിരോധമില്ല. എന്നാൽ അതേസമയം സമൂഹത്തിൽ കൊലപാതകങ്ങൾ വർദ്ധിക്കുന്ന സന്ദർഭത്തിൽ ആ കൊലപാതകങ്ങൾക്ക് പകരം കൊലപാതകങ്ങൾ നടത്തിയിട്ടുള്ള ആളുകളെ കൊല ചെയ്യുക അല്ലെങ്കിൽ വധിച്ചു കളയുക എന്ന ശിക്ഷാ നടപടി സ്വീകരിക്കാതെ ആ ശിക്ഷാ നടപടിക്ക് ലഘൂകരണം നൽകുകയാണെങ്കിൽ സ്വാഭാവികമായും കൊലപാതകങ്ങൾ വർദ്ധിക്കും എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ അതുകൊണ്ട് ഇതാണ് ഈ വിഷയത്തിലുള്ള ഇസ്ലാമിലെ നിയമം. ഇതിന്റെ വിശദാംശങ്ങൾ മറ്റൊരുപാട് ആയത്തുകളിലൂടെ ധാരാളം നമ്മൾ പഠിക്കേണ്ടതുണ്ട്. സൂറത്തുൽ നിസായിലും സൂറത്തുൽ മാഇദയിലും അതുപോലെയുള്ള മറ്റു സൂറത്തുകളിലുമൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ധാരാളം നിയമങ്ങളുണ്ട്. അതുപോലെ തന്നെ ഹദീസുകളിലും ഇമാം ബുഖാരി മുസ്ലിമും ഒക്കെ ഈ വിഷയത്തിൽ ധാരാളം ഹദീസുകൾ ഉദ്ധരിച്ചിട്ടുണ്ട്. ആ ഹദീസുകളും അതുപോലെ തന്നെ വിശുദ്ധ ഖുർആന്റെ വചനങ്ങളും മനസ്സിലാക്കുകയും അതിനെ പൂർവ്വകാരക്കാർ, അതായത് ഉത്തമ നൂറ്റാണ്ടുകളിൽ ജീവിച്ചിരുന്ന ആളുകൾ മനസ്സിലാക്കിയ വിധത്തിൽ നാം മനസ്സിലാക്കുകയും ചെയ്യുക. അതോടൊപ്പം തന്നെ ഇത്തരത്തിലുള്ള ശിക്ഷാ നിയമങ്ങൾ അത് നടപ്പാക്കേണ്ടത് ഒരു ഇസ്ലാമിക ഗവൺമെന്റാണ്. ഒരു ഇസ്ലാമിക നിയമവ്യവസ്ഥ ഉള്ള ഒരു രാജ്യത്ത് ആ ഗവൺമെന്റ് തന്നെയാണ് അത് നടപ്പാക്കേണ്ടത്. അത് വ്യക്തികൾ ഏറ്റെടുത്ത് നടപ്പാക്കേണ്ടുന്ന കാര്യങ്ങളല്ല, അതിന് പാടുള്ളതുമല്ല എന്നുള്ളത് തന്നെയാണ് ഇതിൽ നമ്മൾ മനസ്സിലാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു തആല കൃത്യമായ ഇസ്ലാമിക നിയമങ്ങൾ അനുസരിച്ച് ജീവിക്കുന്ന യഥാർത്ഥ വിശ്വാസികളിൽ നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ഇൻഷാ അല്ലാഹ് ഈ ആയത്തിൽ അടങ്ങിയ ഇതിന്റെ വ്യാകരണ നിയമങ്ങൾ നമുക്ക് നാളത്തെ ക്ലാസ്സിൽ ഇൻഷാ അല്ലാഹ് നമുക്ക് പഠിക്കാം. അല്ലാഹു സുബ്ഹാനഹു തആല വിശുദ്ധ ഖുർആനിന്റെ ആയത്തുകൾ കൃത്യമായി ഭംഗിയായി പാരായണം ചെയ്യുകയും പഠിക്കുകയും അത് മനനം ചെയ്യുകയും ഉൾക്കൊള്ളുകയും അത് ജീവിതത്തിൽ പാലിക്കുകയും ചെയ്യുന്ന യഥാർത്ഥ വിശ്വാസികളിൽ അല്ലാഹു നമ്മെ എല്ലാവരെയും ഉൾപ്പെടുത്തി തരുമാറാവട്ടെ. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين برحمتك يا أرحم الراحمين وصلى الله على نبينا محمد وعلى آله وصحبه أجمعين والحمد لله رب العالمين والسلام عليكم ورحمة الله وبركاته.